ലിഷോയ് കേൾക്കാമെങ്കിൽ ആന എഴുന്നേറ്റ് നിന്നു, ഏറ്റവും പോസിറ്റീവായൊരു സൈൻ. ഇനി എത്ര ദൂരമുണ്ട് ഈ വാഹനത്തിലേക്ക്? വേഗത്തിൽ ആനയെ വാഹനത്തിൽ കയറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ അവിടെ? വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയുന്ന ഒരു രീതിക്ക് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അതായത് 2 കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ആന ഇപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആനയെ പുറകിൽ നിന്നും വശങ്ങളിൽ നിന്നും തള്ളി ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന. തള്ളി ഈ വാഹനത്തിലേക്ക് കയറ്റുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ ആന ഈ കൃത്യമായ വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നേരെ ഈ വാഹനവുമായി ഈ കോടനാടേക്ക് പോകാവുന്നതാണ്, അഭയാരണ്യത്തിലേക്ക് പോകാവുന്നതാണ്. എത്രയും പെട്ടെന്ന് ആ നടപടികൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. ആന എഴുന്നേറ്റ് നേരെ ആന ഈ വാഹനത്തിലേക്ക് ആനയെ കുങ്കിയാനകളെ ഉപയോഗിച്ച് കയറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് ഈ അഭയാരണ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇവിടെ അവരുടെ ഭാഗത്തു നിന്നും, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ചെയ്യുന്നത്. അതിന് വേണ്ട നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. 3 കുങ്കിയാനകളും ഒരേ സമയം തന്നെ ആ പരിസരത്ത് ഉണ്ട്. അത് ഈ ആനകൾ 2നെയും ഉപയോഗിച്ച് തള്ളിക്കയറ്റുകയാണ്. ഒരേ സമയം തന്നെ വെള്ളം ദേഹത്തേക്ക് ഒഴിക്കുന്നുമുണ്ട് ആനയുടെ. കാരണം ആനയുടെ ശരീരം തണുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ തന്നെ ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. അതാണ് ഇപ്പോൾ പ്രധാനമായും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആനയ്ക്ക് വേണ്ട ചികിത്സ പ്രാഥമികമായി നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുങ്കിയാനകളെ ഉപയോഗിച്ച് കയറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ, അതായത് വെള്ളം ഒരു വശത്ത് നിന്ന് ഒഴിച്ചു കൊടുക്കുന്നു. പുറകിലും 2 വശങ്ങളിലുമായി 3 കുങ്കിയാനകളാണ് ആകെ ഈ ആനയ്ക്ക് ചുറ്റും, മുറിവേറ്റ ആനയ്ക്ക് ചുറ്റുമുള്ളത്. ഇനി എത്രയും പെട്ടെന്ന് ആ വാഹനത്തിലേക്ക് കയറ്റുക, വാഹനത്തിലേക്ക് കയറ്റിയ ശേഷം ഈ മുറിവിന് ആവശ്യമായ ഈ ചികിത്സ നൽകുക എന്നുള്ളതാണ്. പ്രാഥമികമായ ചികിത്സ നൽകിയതിനാൽ തന്നെ ഇനിയിപ്പോൾ എളുപ്പമുണ്ട്. കാരണം ഈ മുറിവിലെ അണുബാധ, അതിന് വേണ്ട പ്രാഥമിക ചികിത്സ, ക്ലീൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള പ്രാഥമിക ചികിത്സകളാണ് ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ലോറിയിൽ കയറ്റിയ ശേഷം ആനയെ അടുത്ത സ്ഥലത്തേക്ക്, അതായത് പ്രധാനമായും ഈ അഭയാരണ്യത്തിലെ കൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്, ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മയങ്ങി വീണ കാട്ടാനയ്ക്ക് ചികിത്സ നൽകിയതിന് പിന്നാലെ കുങ്കിയാനകളെ ഉപയോഗിച്ച് അതിനെ ഉയർത്താനുള്ള ശ്രമം വിജയം കണ്ടിരിക്കുന്നു. ആനയുടെ ശരീരം ഒന്ന് തണുപ്പിച്ചതോടുകൂടി ആന വേഗത്തിൽ തന്നെ പിന്നീട് എഴുന്നേൽക്കുന്ന ദൃശ്യങ്ങളാണ്. എഴുന്നേറ്റ് നിൽക്കുന്നതിൽ നിന്നും വളരെ അകലെ അല്ല എലിഫന്റ് ആംബുലൻസ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വാഹനത്തിലേക്ക് കയറ്റാനും കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുങ്കിയാന ഉപയോഗിച്ച് പതുക്കെ അവനെ തള്ളി മുമ്പിലേക്ക് കൊണ്ടുവരാനുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ടാകും. ആന ഇപ്പോഴും അതിന്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ച് അതിനെ തണുപ്പിക്കണം. കാരണം ഈ മയക്കുവെടിയുടെ ഒരു ആഘാതം കുറയ്ക്കാനുള്ള ഒരു ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. കുങ്കിയാനകൾ ഉപയോഗിച്ച് അവനെ പതുക്കെ തിക്കി ഈ വാഹനത്തിലേക്ക് എത്തി. എന്തായാലും കുറച്ച് മീറ്ററുകളുടെ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അല്ലേ, അധികം ആയാസപ്പെടേണ്ടി വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും ആനയുടെ ആരോഗ്യനിലയും മയക്കത്തിന്റെ ഒരു അവസ്ഥയും അതൊക്കെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും തീവ്ര ശ്രമം തന്നെ കുങ്കിയാനകളുടെ പുറത്തിരിക്കുന്ന പാപ്പാന്മാർ നടത്തുന്നത് നമുക്ക് കാണാം. 3 വ്യത്യസ്തമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ആന മയങ്ങി വീഴുന്ന സമയത്തെ ദൃശ്യങ്ങളാണ്. അതെങ്ങനെയാണ് ഒരു കാട്ടാന മറ്റൊരു കാട്ടാനയ്ക്ക് താങ്ങായി നിന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു കാഴ്ച. നടുക്ക് കാണുന്നത് അത് വീണ ശേഷം അതിനെ പ്രാഥമിക, അപ്പോൾ വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നു. ആനയ്ക്ക് കാര്യമായ ഒരു ചലനവുമില്ലാതെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ആന. പക്ഷേ മൂന്നാമത്തേതാണ് ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ മറ്റൊരു കാഴ്ച, ആന എഴുന്നേൽക്കുന്ന ദൃശ്യങ്ങൾ.